അവർ ഈ വാഹനങ്ങൾ കൊണ്ട് ഇവിടെ ഒന്നാൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്, ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ പോലീസ് അവരെ ഇവിടെ നാട്ടിപ്പായിക്കുകയാണ്. അബദ്ധവശാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഭക്തൻ ആ വാഹനം അവിടെ ഇട്ടിട്ട് പോയപ്പോൾ, തൊഴുവാൻ ദർശനത്തിന് പോയപ്പോൾ അത് ലോക്ക് ചെയ്ത് വെക്കുക, അതിന്റെ വീലുകൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് 1000 രൂപ പെറ്റി അടയ്ക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞതുപോലെ 4 കോടി രൂപയ്ക്ക് ഇവിടെ ഒരു നടപ്പാത മേൽപ്പാലം കെട്ടി ഒരു പ്രയോജനവും ഒരു മനുഷ്യനുമില്ല. അത് ആ സ്ഥാനത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് തൊഴുവാൻ വരുന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമായിരുന്ന ഒരു ടോയ്ലറ്റും കുളിമുറിയും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി അടച്ചിട്ടിരിക്കുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. മണ്ഡലകാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീ പത്മനാഭനെ കണ്ടിട്ട് ശബരിമലയിലേക്ക് പോകുന്നവരും ശബരിമലയിൽ നിന്ന് നേരെ ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക് വരുന്ന അയ്യപ്പന്മാരുമൊക്കെ നിരവധിയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പത്മനാഭ ക്ഷേത്രത്തിന് മുൻപിലെത്തുന്ന അയ്യപ്പന്മാരെ ആട്ടിയോടിക്കുന്ന പോലീസ് സംവിധാനങ്ങളെയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കൃത്യമായൊരു പാർക്കിംഗ് സംവിധാനങ്ങൾ പോലുമില്ല എന്നുള്ള പ്രശ്നം വർഷങ്ങളായുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ട് CPM ഇവിടെ ഭരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തം കൈവെള്ളയിൽ വെച്ചിട്ട് പോലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. പക്ഷേ അതേ അവസ്ഥ തന്നെ തുടരുകയാണ് ഇപ്പോഴും. അങ്ങ് കന്യാകുമാരിയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തോളൂ എന്നുള്ള ലാഘവത്തോടെയാണ് പല അയ്യപ്പ ഭക്തന്മാരോടും പോലീസിന്റെ പ്രവർത്തന രീതി. ആ ഒരു പ്രവർത്തന രീതി യഥാർത്ഥത്തിൽ അയ്യപ്പന്മാരോടും വിശ്വാസികളോടും പൊതുജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇന്ന് അതിന്റെ നേർക്കാഴ്ചയാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള മുൻ കൗൺസിലറായിട്ടുള്ള ശ്രീകാര്യം ശ്രീകുമാർ തന്നെ വ്യക്തമാക്കുന്നു. സാർ, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാർക്കിംഗുമായി ബന്ധപ്പെട്ടാണല്ലോ നമുക്കറിയാം, ലോക പ്രശസ്തമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം എത്തുന്നത്. ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഈ അയ്യപ്പ ഭക്തർ കൂട്ടത്തോടെ ഇവിടെ വന്ന് ദർശനത്തിന് വേണ്ടി എത്തുകയാണ്. അപ്പോൾ അവർക്ക് മറ്റ് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മറ്റൊന്ന്, അവർ ഈ വാഹനങ്ങൾ കൊണ്ട് ഇവിടെ ഒന്നാൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്, ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ പോലീസ് അവരെ ഇവിടെ നാട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ക്രൂരത ഈ അയ്യപ്പ ഭക്തരോടും ഈ ക്ഷേത്രത്തിന്റെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളോടും എന്തിനാണ് ഈ പോലീസ് അധികാരികൾ കാണിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. അതുമാത്രവുമല്ല, ഇന്ന് തന്നെ കുറച്ചു മുമ്പ് കണ്ടതാണ്, അബദ്ധവശാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഭക്തൻ ആ വാഹനം അവിടെ ഇട്ടിട്ട് പോയപ്പോൾ, തൊഴുവാൻ ദർശനത്തിന് പോയപ്പോൾ അത് ലോക്ക് ചെയ്ത് വെക്കുക, അതിന്റെ വീലുകൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് 1000 രൂപ പെറ്റി അടയ്ക്കുകയാണ്. ഒന്നുകിൽ ഇത്രയും അധികം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വാഹനങ്ങളുമായി എത്തുന്ന അവിടെ അവർക്കുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റോ നഗരസഭയോ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിഭാഗങ്ങൾ തയ്യാറാവും. ഇതൊന്നും തയ്യാറാവാതെ ഈ പാവപ്പെട്ട ഭക്തര്, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തരെന്ന് പറയുന്നത് അവരുടെ ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും അയ്യപ്പന് സമർപ്പിക്കാൻ തയ്യാറായി വരുന്നു, അങ്ങനെ സമർപ്പിച്ചിട്ട് വരുന്നവർ. അതോടൊപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രവും നമ്മുടെ ആറ്റുകാല അമ്മയൊക്കെ തൊഴുതു പോകാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ഭക്തരെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞതുപോലെ 4 കോടി രൂപയ്ക്ക് ഇവിടെ ഒരു നടപ്പാത മേൽപ്പാലം കെട്ടി ഒരു പ്രയോജനവും ഒരു മനുഷ്യനുമില്ല. അത് ആ സ്ഥാനത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് തൊഴുവാൻ വരുന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമായിരുന്ന ഒരു ടോയ്ലറ്റും കുളിമുറിയും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മേയർ ഭരണത്തിൽ വന്നപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് നവീകരിക്കും, അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു മരം വലുതായി മാറിക്കഴിഞ്ഞു. അപ്പൊ എത്രയും വർഷക്കാലം ഈ ഒരു അനാസ്ഥ, ഗുരുതരമായ അനാസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെടുകയും നടപടിയെടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥയും അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ പുത്തരിക്കണ്ടം മൈതാനം പ്രോഗ്രാമിന് കൊടുക്കാത്ത അവസരങ്ങളിലല്ല അത് വെറുതെ കിടക്കുകയാണ്. 500 1000 വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാം ഇല്ലാത്ത അവസരത്തിൽ ഈ ഭക്തജനങ്ങൾക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തരും അല്ലാത്ത ഭക്തരുമായിട്ടുള്ള അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നുമുള്ള ഭക്തർക്ക് അവിടെ വാഹനം
പാർക്ക് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം നൽകാവുന്നതാണ്. അതോടൊപ്പം അവിടെ പ്രാഥമികമായി ഒന്ന് ഫ്രഷാവുന്നതിന് വേണ്ടി കുളിമുറിയും കക്കൂസും കൂടി താൽക്കാലികമായി നിർമ്മിച്ചു നൽകാൻ സാധിക്കുന്നതാണ്. അതിന് ബഹുമാനപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് തയ്യാറാകണം. അത് ഈ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായി ഇരിക്കും. അതോടൊപ്പം നമ്മുടെ ഈ ഇത്രയും തിരക്കുള്ള ഈ സ്ഥലത്ത് നൂറുകണക്കിന് വഴിയോര കച്ചവടം നടത്തുന്നത് തെറ്റല്ല, അവരുടെ ഉപജീവനമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലം അവർ നേടിയെടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ഏതാണ്ട് 100-200 സ്ക്വയർ ഫീറ്റ് മുഴുവൻ അവരുടേതാക്കി മാറ്റിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ മിക്കവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവിടത്തെ ഈ നാട്ടിലെ തിരുവനന്തപുരത്തെ ഉപജീവനം നടത്താൻ നിൽക്കുന്നവരല്ല. ഇവര് വേറെ ആർക്കോ വലിയ വാടക ദിവസവും 1000-2000 വാടക കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ബിനാമി ഏർപ്പാട് പോലെ ഈ വർഷങ്ങളോളം അധികാരം കൈകാര്യം ചെയ്തിരുന്നവർ ഇത് വലിയ ഒരു കൊള്ള ഇതിൽ നടത്തിയാണ്. ഇത്തരത്തിലുള്ള ഈ വഴിയോര കച്ചവടം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ആൾക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവർക്ക് മറ്റു സ്ഥലങ്ങൾ യഥാർത്ഥ കച്ചവടക്കാർക്ക്, അല്ലാതെ ബിനാമിയായി നടത്തുന്നവർക്കല്ല, യഥാർത്ഥ കച്ചവടക്കാർക്ക് അനുയോജ്യമായ മറ്റു സ്ഥലങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഈ വാഹനത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഈ ഭക്തജനങ്ങൾ ഇവിടെ വാഹനം നിർത്തി അവർക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യവും അനുവദിച്ചു കൊടുക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കണം. പോലീസ് വളരെ ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. അവരോട് പറയുന്നത് നിങ്ങൾ കന്യാകുമാരി കൊണ്ട് പാർക്ക് ചെയ്യൂ, നിങ്ങൾ ആറ്റുകാലിൽ കൊണ്ട് പാർക്ക് ചെയ്യൂ. ആറ്റുകാലും ഈ അമ്പലവും തമ്മിൽ എത്രയോ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരോട് കാണിക്കേണ്ട മാനുഷികമായ പരിഗണന പോലീസിന്റെ ഭാഗത്തു നിന്ന് നൽകണം. കാര്യം അവര് ഭക്തജനങ്ങളാണ്, അവർക്ക് ഇവിടെ വരുവാനും ഭഗവാനെ ദർശിക്കുവാനും ഒക്കെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ചെയ്തു കൊടുക്കേണ്ട നമ്മുടെ കടമയാണ്. ഈ ലക്ഷക്കണക്കിന് പേര് തലസ്ഥാനത്ത് ഈ ക്ഷേത്രത്തിലും ശബരിമലയിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ തന്നെ വലിയ റവന്യൂ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കുക. അപ്പൊ അവരെ ശത്രുക്കളെ പോലെ കാണുന്ന സമീപനം അവസാനിപ്പിക്കണം. നഗരസഭ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ റോഡുകൾ, ആ റോഡുകളൊക്കെ തന്നെ അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പുത്തരിക്കണ്ടം മൈതാനം മറ്റ് ഒഴിവു സമയങ്ങളിൽ പൂർണ്ണമായും ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടി മാറ്റിക്കൊടുക്കണം. ഇപ്പോ മകരവിളക്ക് വരാൻ പോവുകയാണ്, ഇനിയും ലക്ഷക്കണക്കിന് പേര് വരും. ഈ അടിയന്തിരമായി ചെയ്യേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മേയറോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനം ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും പ്രാഥമിക കാര്യത്തിന് വേണ്ടി അടിയന്തരമായി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റുകളും സജ്ജീകരിച്ചു കൊടുത്താൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. അതുപോലെ തന്നെ പോലീസിന്റെ ഈ നായാട്ട് ഈ ഭക്തജനങ്ങളോടുള്ള ഈ ശത്രുതാഭാവം അവസാനിപ്പിച്ചുകൊണ്ട് അതോട് മര്യാദയ്ക്ക് പെരുമാറുവാൻ ഒരു നിമിഷം പോലും നിങ്ങൾ കണ്ടതാണ്, ഒരു നിമിഷം പോലും വണ്ടി നിർത്തി ആ ഭക്തജനത്തിനെ അവിടെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ആട്ടിപ്പായിക്കുക. ഒരുമാതിരി ഈ കുറ്റരോഗികളോട് പണ്ട് കാലത്ത് കാണിച്ചുകൊണ്ടിരുന്ന ആ സമീപനം അവസാനിപ്പിക്കണം. ഇത് ആരുടെ ഔദാര്യത്തിന് വേണ്ടി വരുന്നവരല്ല, ഈ ഭഗവാനെ കാണാൻ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വരുന്നവരാണ്. അവരിവിടെ വരുന്നു, ഇവിടെ വന്ന് താമസിക്കുന്നു, ഇവിടുത്തെ ഹോട്ടലിൽ കടകളിൽ നിന്നൊക്കെ സാധനം വന്ന് അങ്ങനെയൊക്കെ നമുക്ക് വലിയ ഒരു വികസനം തലസ്ഥാനത്തിന്റെ നഗരത്തിലും ലഭിക്കുന്നതാണ്. അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദകളും പാലിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അടിയന്തിരമായി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക. ഇതിപ്പോ നമ്മൾ ഈ ഒരു തവണത്തെ ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യം എന്നതിനേക്കാൾ ഉപരി എല്ലാ വർഷവും ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒന്നാണല്ലോ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മകരവിളക്ക് വരും, അയ്യപ്പന്മാര് ഇതുപോലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. എന്നിട്ട് പോലും ഇതുവരെ ഒരു മാറ്റം വരാത്തത് അത് അറിഞ്ഞുകൊണ്ട്, അതായത് അറിഞ്ഞിട്ടും കണ്ണടച്ചതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ അതല്ലേ, കഴിഞ്ഞ മേയർ അധികാരത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ടോയ്ലറ്റ് നവീകരിക്കുമെന്ന് പറഞ്ഞ് 5 വർഷം കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു മേയർ വന്നിരിക്കുന്ന സാഹചര്യം നമുക്ക് അദ്ദേഹത്തിന് ഇതൊന്നും അറിയാമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ് നമ്മുടെ ഈ നിർദ്ദേശം. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി പൊതു സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട്, പൊതുസമൂഹത്തിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല പൊതുപ്രവർത്തകരെ എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുന്നത് ഇപ്പം ശബരിമലയിലെ 41 ദിവസം കഴിഞ്ഞാൽ എല്ലാ 1-ാം തീയതി എല്ലാ സംസ്ഥാനത്തു നിന്ന് ആൾ വരികയാണ്. അത് ഒരു സ്ഥിര സംവിധാനമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ തന്നെ ഇനിയിപ്പോ ഓരോ വർഷവും വർദ്ധിച്ചു വരിക. അതുപോലെ ഇവിടുത്തെ ഉത്സവം അതുപോലെയുള്ള കാലഘട്ടം സമയം വരുമ്പോൾ അതിഭയങ്കരമായ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ തിരുവനന്തപുരം നഗരസഭ മുൻകൈയെടുക്കണം.
ബഹുമാനപ്പെട്ട പുതിയ മേയർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. അതുമാത്രവുമല്ല, മുൻകാലങ്ങളിലിരുന്ന ഈശ്വര നിഷേധികൾ അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ ഈശ്വര വിശ്വാസികളായ ആൾക്കാർ ഭരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിന്റെ കൂടുതൽ ധാർമ്മികത അവർക്കുണ്ട്, അവർ ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം, ശ്രദ്ധയിൽപ്പെടുത്തുക. ആ കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും ചെയ്യും. ഒരു പൊതു സമൂഹത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന്റെ വികസന ഈ ഭക്തൻ ജനങ്ങൾക്കുള്ള സൗകര്യത്തെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പൊതു തരത്തിലൊരു മീറ്റിംഗ്, സെമിനാർ പോലെ വിളിച്ചാൽ വളരെ നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മേയർ ഇതിന് മുൻകൈ എടുക്കണം എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ കാണുന്ന കടകൾ, അതായത് റോഡ് സൈഡിൽ കാണുന്ന കടകള്, അത് യഥാർത്ഥത്തില് ബിനാമികളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് പറയുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളതെന്ന്? ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭയുടെ ഭരണം അധികാരം കൈയാളിയിരുന്ന അവരുടെ ബിനാമികൾ അവർ നിത്യവും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിച്ചു. നിങ്ങൾ ഓരോ കച്ചവടക്കാരും പോയി സംസാരിച്ചു, അവർക്ക് ഒരു മലയാളം പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത തരത്തിൽ ആ കച്ചവടത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് പാവങ്ങളിൽ നിന്ന് ഡെയിലി 1000-ഉം 2000-ഉം ഞെക്കിപ്പിഴിയുന്ന ഒരു സംഘം ഈ തലസ്ഥാനത്തെ എല്ലാ റോഡ് സൈഡിലുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥത്തിലുള്ള കച്ചവടക്കാരല്ലെങ്കിൽ അവരെ മാറ്റണം. യഥാർത്ഥത്തിലുള്ള ഒരു ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള പണം സമ്പാദിക്കാൻ കച്ചവടം നടത്തുന്ന അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുകയും വേണം. അല്ലാതെ ഈ ബിനാമി ഏർപ്പാട് വെച്ച് ഡെയിലി 2000-ഉം 3000-ഉം വാങ്ങുന്ന ചില നേതാക്കൾ ഏത് പാർട്ടിയിലെ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അതുമാത്രമല്ല, ഈ പരിസരത്ത് ഇത് പൂർണ്ണമായി മാറ്റേണ്ടതാണ്. ഈ പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു സ്പേസ് അവർ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ കടകൾ, വഴിയോര കടകൾ നടത്തുന്നത് അവർക്ക് ഉപജീവനത്തിന് വേണ്ടി മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഇത് ഒഴിപ്പിക്കണം. ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യേണ്ടതാണ്. അത് ഈ ഭക്തജനങ്ങൾ കാണിക്കേണ്ട നീതിയാണ്. അത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്.